നമസ്കാരം. കണ്ടകശനിയും കണ്ടൻ കൊമരനും കൊണ്ടേ പോകൂ എന്നൊരു ചൊല്ലുണ്ട്. ഇപ്പോൾ കേരളത്തിലെ CPM ഏതാണ്ട് ഈ ഒരവസ്ഥയിലാണ്. പിണറായി വിജയൻ അദ്ദേഹത്തിന് പറ്റിയ സമയം നോക്കി അമേരിക്കയിലേക്ക് കടന്നു കളഞ്ഞു. പക്ഷേ ചെന്നിറങ്ങിയ നാടും പുറപ്പെട്ട നാടും അന്ധക്കരണത്തിലായി. വീണ ജോർജ് വഴിയിൽ കിടന്ന് കോലമായി കത്തുന്നു. വാസവൻ്റെ വെടലച്ചിരിക്കുമേൽ നാട്ടുകാരുടെ ശാപവചനങ്ങൾ ഉതിരുന്നു. പാർട്ടിക്കാർ തമ്മിലടിക്കുന്നതിൻ്റെ വേവലാതി ഗോവിന്ദന്. ഇതിലും വലിയ തലവേദനയെടുത്ത് ഉച്ചയിൽ വെച്ച അവസ്ഥയിലാണ് മുഹമ്മദ് റീൽസ്. അതിലും ഭയങ്കര ദശാസന്ധിയിലായി ട്രംപ്. പാകിസ്ഥാന് വേണ്ടി ചാരവൃത്തി നടത്തിയ കേസിൽ അറസ്റ്റിലായ വ്ളോഗർ ജ്യോതി മൽഹോത്ര എന്ന സ്ത്രീ എന്തിനാണ് കേരളത്തിൽ വന്നത് എന്ന അന്വേഷണത്തിലായിരുന്നു ഇന്ത്യയിലെ രഹസ്യാന്വേഷണ ഏജൻസികൾ. ഇപ്പോഴല്ലേ അതിൻ്റെ ഗുട്ടൻസ് മനസ്സിലായത്. ടൂറിസം വകുപ്പിൻ്റെ പ്രചരണത്തിനായി വൻതുക പ്രതിഫലം കൊടുത്ത് ഈ ചാരവൃത്തിക്കാരിയെ നമ്മുടെ സർക്കാർ വിളിച്ചു വരുത്തിയതാണ്. അവൾ നാട് മുഴുവൻ കറങ്ങി തന്ത്രപ്രധാന ഭാഗങ്ങളെല്ലാം കവർ ചെയ്ത് പൂണ്ടുവിളയാടി. നോക്കണേ, ചാരവൃത്തി കേസിന് മുമ്പ് തന്നെ കേന്ദ്ര അന്വേഷണ ഏജൻസി നോട്ടമിട്ട ഒരുത്തിയാണ് മരുമോൻ്റെ വകുപ്പ് ക്ഷണിച്ചു വരുത്തിയിരിക്കുന്നത്. അവർ തന്ത്രപ്രധാന മേഖലകളായ ക്ലിഫ് ഹൗസും AKG സെൻറ്ററും ഉൾപ്പെടെ പകർത്തിയെടുത്തു. ഈ നാട്ടിലെ സൈബർ കമ്മികളും റീൽസിൻ്റെ രാജകുമാരനായ മുഹമ്മദ് റീൽസും അങ്ങ് തള്ളിമറിച്ചിട്ടും കേരള ടൂറിസം ലോകരാജ്യങ്ങളിൽ എത്തിയില്ല. ദേശാഭിമാനിയിൽ പരസ്യം കൊടുത്താൽ തന്നെ ലോകം അറിയുമായിരുന്നു. എന്നിരിക്കെ കോടികൾ മുടക്കിയാണ് ഈ ചാരവൃത്തിക്കാരിയെ നാട്ടിൽ കൊണ്ടുവന്നത്. മറ്റ് 41 പേരെയും കെട്ടിയെഴുന്നള്ളിച്ച് കൊണ്ടുവന്നു. ബാക്കിയുള്ളവർ അറസ്റ്റിലാകുമ്പോഴറിയാം എന്തൊക്കെയായിരുന്നു അവരുടെ പ്രവൃത്തികളെന്ന്. എന്തായാലും റിയാസ് ഇപ്പോൾ കിടന്ന് മെഴുകുകയാണ്. സർക്കാർ നല്ല ലക്ഷ്യത്തോടെ അല്ലാതെ വല്ലതും ചെയ്യുമോ എന്നാണ് ചോദ്യം. പച്ചവെള്ളം ചവച്ചു കുടിക്കുന്ന ഒരു നിഷ്കളങ്കനാണല്ലോ കേരളം ഭരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങളങ്ങ് വിശ്വസിച്ചു. പണ്ടൊരുത്തിയ കറുത്ത വസ്ത്രമണിയിച്ച് മുഖ്യമന്ത്രിയുടെ ഓഫീസിലും സെക്രട്ടേറിയറ്റിലും എല്ലാം കൊണ്ടു നടന്ന് ഓരോന്ന് ഒപ്പിച്ചു വെച്ചത് നല്ല ഉദ്ദേശത്തോടെ ആയിരുന്നല്ലോ. കമലേട്ടത്തിയെ അറബിയും ഷെയ്ക്ക് വരുമ്പോൾ ആചാരമര്യാദയും പഠിപ്പിച്ചു കൊടുക്കാൻ കുറേ കാലം സ്വപ്ന ക്ലിഫ് ഹൗസിലും തങ്ങി. എത്രയോ തവണ കണ്ടിട്ടും സ്വപ്നയെ എനക്കറിയില്ല എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. മരുമോനും ഇപ്പോൾ പറയുന്നു എനക്കറിയില്ല, നല്ല ഉദ്ദേശത്തോടെ ചെയ്തതാണ്. സ്വർണ്ണക്കടത്തും ബിരിയാണി ചെമ്പും എല്ലാം കൂടി കലങ്ങിയതോടെ സ്വപ്നയെ കോവിഡ് കാലത്ത് ലോക്ക്ഡൗണിൻ്റെ മറവിൽ ബാംഗ്ലൂരിലേക്ക് കടത്തിയതൊക്കെ ആരും മറന്നിട്ടില്ല. നന്മയുള്ള ലോകമേ എന്ന പാട്ടിടാതെ തന്നെ ഒരു BGM ഫീൽ ചെയ്യും പിണറായി വിജയനെയും മരുമോനെയും പാർട്ടിക്കോടിയുമൊക്കെ കണ്ടാൽ. റീൽസ് ഇട്ട് തള്ളിത്തള്ളി കുഴിയിൽ വീണ റിയാസ് വീണ്ടും കുഴിയിലായിരിക്കുന്നു. ഇവിടം തീവ്രവാദത്തിൻ്റെ ഒന്നാം കളരിയാണെന്ന് പറയുന്ന BJP ചാരവനിതയെ ഏറ്റെടുത്തു കഴിഞ്ഞു. ഇവിടെ നിന്ന് എന്തൊക്കെ പകർത്തി പാകിസ്ഥാനിൽ കൊടുത്തു വിട്ടുവെന്ന് പിന്നീടറിയാം. റിയാസ് നല്ല ഉദ്ദേശത്തോടെ ചെയ്യുന്നതെല്ലാം അണ്ണാക്കിലടിക്കുകയാണല്ലോ ദൈവമേ. പിണറായി ഈ കേരളത്തെ വിറ്റുതുലയ്ക്കുമെന്ന് സ്വപ്ന പറഞ്ഞത് ശരിയാവുകയാണോ? കേരളത്തിന് ദോഷം വരുന്ന പല എഗ്രിമെൻറ്റിലും സ്വപ്നയായിരിക്കും സാക്ഷി. പാവം മറിയം റഷീദയും ഫൗസിയ ഹസനും നമ്മൾ വെറുതെ തെറ്റിദ്ധരിച്ച് അകത്താക്കിയവരാണ്. പാവം KP തോമസിനെ ഫ്രഞ്ച് ചാരവൃത്തി ആരോപിച്ച് CPMകാർ എത്ര തെറി വിളിച്ചു. ഇപ്പോൾ ദേ പിണറായി സർക്കാരിലെ മരുമോൻ്റെ വകുപ്പ് ഒരു ചാരസുന്ദരിയെ കോടികൾ മുടക്കി ഇവിടെ കൊണ്ടുവന്ന് പൊറുപ്പിച്ച് എല്ലാ സർക്കാർ സഹായവും നൽകി ചാരവൃത്തിക്ക് സഹായം ചെയ്തു കൊടുത്തിരിക്കുന്നു. എനക്കറിയില്ലായിരുന്നു എന്ന പറച്ചിലിന് രാഷ്ട്രീയത്തിൽ ഒരു പ്രസക്തിയുമില്ല. ക്ലിഫ് ഹൗസിൽ വെച്ച് ഉമ്മൻചാണ്ടി സോളാർ നായികയെ തനിച്ച് കണ്ടിട്ടില്ല എന്ന് എത്രയോ തവണ പറഞ്ഞു. എന്നിട്ടും CPMമാർ വിട്ടോ. എന്തായാലും താഴെ ഭൂമിക്കടിയിൽ ഒരു തട്ടലും മുട്ടലുമൊക്കെ കേൾക്കുന്നുണ്ട്. പാകിസ്ഥാനിൽ നിന്നുള്ള ആ തുരങ്കം ഏത് അടുക്കളയിലേക്കാണ് തുറക്കുന്നതെന്ന് ആർക്കറിയാം. കേരളത്തിന് ദോഷമുള്ളത് വല്ലതും ഈ സർക്കാർ ചെയ്യുമോ എന്ന് ചോദിച്ച് വിതുമ്പുകയാണ് റിയാസ് ഇപ്പോൾ. വെട്ടുമേനി കിട്ടുമെങ്കിൽ മലമ്പുഴയിലെ യക്ഷിയെയും ശംഖുമുഖത്തെ മത്സ്യകന്യകയെയും വരെ വിഴുങ്ങിക്കളയും ഈ പാർട്ടി. ഞങ്ങളെ ഒന്നും ഭയപ്പെടുത്താൻ നോക്കണ്ട എന്നാണ് മരുമോൻ്റെ വെല്ലുവിളി. ഇദ്ദേഹം എന്തു പറഞ്ഞാലും പറയും, ഞങ്ങളെ ഈ നാട്ടിലെ ജനങ്ങൾക്കറിയാം, ബാക്കിയുള്ളവരൊക്കെ നിങ്ങൾ ഉലുത്തിയിട്ടതാണല്ലോ. അറിഞ്ഞായിരുന്നെങ്കിൽ ഞങ്ങൾ ഇവരെ വിളിക്കുമോ എന്നാണ് ചോദ്യം. ഇങ്ങോട്ട് ക്ഷണിച്ചപ്പോൾ ആ മൽഹോത്ര പറയണമായിരുന്നു, മരുമോൻജി അല്പസ്വല്പം ചാരപ്രവൃത്തിയൊക്കെ നടത്തി കഴിഞ്ഞു വരുന്ന ഒരു വ്ളോഗറാണ് ഞാൻ. ഇങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ സർക്കാർ ഒരു ചില്ലിക്കാശും അവർക്ക് വേണ്ടി കൊടുക്കില്ലായിരുന്നു, ഇങ്ങോട്ട് വരാൻ അനുവദിക്കുകയുമില്ലായിരുന്നു. മാത്രമല്ല കേരള സർക്കാരിനെ ചതിക്കാൻ നോക്കുന്നോ ദുഷ്ടയെന്ന് ചോദിക്കുമായിരുന്നു. ഹമാസിനും ഗാസയ്ക്കും പാക്കിനും വേണ്ടി വിതുമ്പുന്ന കാരണഭൂതനും പൂമരനും ബേബിയുമൊക്കെയുള്ള ഈ കൊച്ചു കേരളത്തെ ജ്യോതി മൽഹോത്രയ്ക്ക് എന്തിഷ്ടമായെന്നോ.
അവളുടെ വരവോടെ കപ്പലും വിമാനവും പായ്വഞ്ചിയും പിടിച്ച് ലോകസഞ്ചാരികൾ കേരളത്തിലേക്ക് വന്ന് മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്.